ഞാനുള്ളത് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് വിഴിഞ്ഞം ടെർമിനൽ എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹവും കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹവുമാണെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ പോർട്ടിന്റെ കോഡ് മാറിയതുപോലെ പോർട്ടിന്റെ പേര് മാറും എന്ന പ്രതീക്ഷയിൽ നിലവിലെ പേരായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രത്തിന്റെ യാർഡ് പോർഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ധാരാളം കണ്ടെയ്നറാണ് യാർഡ് പോർഷനിലുള്ളത്. അതുമാത്രമല്ല, കുറച്ച് STS ക്രെയിന്റെ ബൂമും പൂർണ്ണമായിട്ടും ഉയർത്തിയിട്ടുണ്ട്. കാരണം നിലവിൽ ഒരു ഷിപ്പ് നമ്മുടെ പോർട്ടിനകത്തുണ്ട്. നമ്മുടെ പോർട്ടിലേക്ക് വരാൻ പോകുന്ന കപ്പലാവട്ടെ വലിയൊരു മദർഷിപ്പ് തന്നെയാണ്. വലിയൊരു മദർഷിപ്പ് മാത്രമല്ല, കപ്പലിൽ ധാരാളം കണ്ടെയ്നറും ഫുൾ ലോഡായിട്ട് വരുന്ന കപ്പൽ, വലിയൊരു ഡ്രാഫ്റ്റോടെ വരുന്ന കപ്പൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിനെ ലക്ഷ്യമാക്കി പുറംകടലിൽ നിന്നും കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്ന വളരെ മനോഹരമായ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം ഏതാണ് വലിയ ഡ്രാഫ്റ്റുള്ള വലിയ കപ്പലെന്ന്. ഫ്രണ്ട്സ്, ചൈനയിലെ യാൻചെൻ പോർട്ടിൽ നിന്നും യാത്ര തിരിച്ച കപ്പൽ സിംഗപ്പൂർ പോർട്ടിൽ കയറിയതിനു ശേഷം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് കടന്നു വരുന്ന MSC ഫാറ്റ്മാനെയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. കപ്പലിനെ ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമെങ്കിലും കപ്പലിന്റെ ബൾബസ് ബോ പൂർണ്ണമായിട്ടും നമുക്ക് കാണാൻ സാധിക്കില്ല. പൂർണ്ണമായിട്ടും കപ്പലിന്റെ ബൾബസ് ബോ കടൽ ജലത്തിൽ മുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം കപ്പലിന്റെ ഡ്രാഫ്റ്റ് 15.5 മീറ്റർ ഡ്രാഫ്റ്റാണ്. മാക്സിമം ഡ്രാഫ്റ്റിൽ തന്നെയാണ് MSC ഫാറ്റ്മ വിഴിഞ്ഞം പോർട്ടിന്റെ കപ്പൽ ചാലിലൂടെ ഒഴുകി നീങ്ങുന്ന വളരെ മനോഹരമായ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും അധികം ആരാധന തോന്നുന്ന MSCയുടെ ആ ബാഡ്ജിംഗ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, മുന്നിലായി നമുക്ക് കാണാൻ സാധിക്കുന്നത് കപ്പലിന്റെ ഫോർമാസ്റ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ കപ്പലിലും നമ്മൾ ഈ ഫോർമാസ്റ്റ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പുതിയ പുതിയ മാറ്റങ്ങളോടെ ഫോർമാസ്റ്റ് വരുമോ എന്ന് തന്നെയാണ് നോക്കുന്നത്. കാരണം പുതുതായി ഇറങ്ങിയ കപ്പലുകൾ നാവിഗേഷൻ എക്യുപ്മെന്റ്സ് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഫോർമാസ്റ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ള എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് എപ്പോഴും നമ്മൾ ഫോർമാസ്റ്റ് ഒന്നുകൂടി നോക്കുന്നത്. ധാരാളം കണ്ടെയ്നറാണ് നമ്മുടെ ഈ കപ്പലുള്ള, അതായത് നമ്മുടെ ബ്രിഡ്ജ് പോർഷൻ പൂർണ്ണമായിട്ടും കാണാൻ പറ്റാത്ത രീതിയിലാണ് ഈ പറയുന്ന കണ്ടെയ്നർ നിരനിരയായി നിരത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പോർഷനാണ് ബ്രിഡ്ജ് പോർഷൻ എന്ന് പറയുന്നത്. രണ്ട് സൈഡിലായിട്ട് ബ്രിഡ്ജ് വിങ് ഉണ്ടെങ്കിലും ഈ പറയുന്ന ഗ്ലാസ് പോർഷനെ വീൽ ഹൗസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ വീൽ ഹൗസിനകത്തുള്ളത് നമ്മുടെ പോർട്ടിലെ പൈലറ്റ്, ഷിപ്പിലെ ക്യാപ്റ്റൻ എന്നിവരായിരിക്കും. മെയിൻ ആയിട്ട് എഞ്ചിനീയേഴ്സ് എന്നിവരായിരിക്കും ഈ വീൽ ഹൗസിനകത്തുള്ളത്. അത് മാത്രമല്ല, വീൽ ഹൗസിന് മുകളിലായിട്ട് നമുക്ക് റെഡ് പോർഷനിൽ കാണുന്ന ആ ഒരു ഐലൻഡിനെ മങ്കി ഐലൻഡ് എന്നാണ് പറയുന്നത്. മങ്കി ഐലൻഡിന്റെ മുകളിലായിട്ടൊക്കെയാണ് നാവിഗേഷൻ എക്യുപ്മെന്റ്സ്, സിഗ്നൽ മാസ്റ്റ്, ടെലികമ്മ്യൂണിക്കേഷൻ ഏരിയയിൽ റഡാർ എന്നിവ ഘടിപ്പിച്ചിരിക്കുന്ന പോർഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇന്ത്യയുടെ ഫ്ലാഗ് കാറ്റിൽ പാറിപ്പറക്കുന്ന ദൃശ്യവും നമുക്ക് വളരെ മനസ്സിന് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇന്ത്യയിലേക്കാണ് ഇതുപോലുള്ള ലോകത്തിലെ വലിയ വലിയ കപ്പലുകൾ ഇന്ത്യയിലെ കേരളത്തിലെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച. അതിനാൽ ഇന്ത്യൻ ഫ്ലാഗ് പാറിപ്പറക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. അതുമാത്രമല്ല, കപ്പലിനോട് ചേർന്നിട്ട് ഹെവി റോപ്പ് ടൈ ചെയ്തിട്ട് ടഗ് ബോട്ടും പോകുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഡോൾഫിൻ 26 എന്ന് പറയുന്ന ടഗ് ബോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ കപ്പലിനെ പുറംകടലിൽ നിന്നും അല്ലെങ്കിൽ കപ്പൽ ചാലിലൂടെ പോർട്ടിനകത്തോട് പ്രവേശിക്കുന്നത് ഒന്ന് മിസ്റ്റർ തുഷാർ, അദ്ദേഹമാണ് നമ്മുടെ പോർട്ടിലെ പൈലറ്റും. പിന്നെ 3 ടഗ് ബോട്ടുകളെ നമുക്ക് കാണാൻ സാധിക്കും. മുന്നിലായി ഇപ്പോൾ നമ്മൾ കാണുന്ന ഡോൾഫിൻ 26 ആണ്. ഇനി നമുക്ക് ഈ ടഗ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ആ പേര് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഇത് ഡോൾഫിൻ, കുറച്ചുകൂടി അടുത്ത് വന്നാൽ ഡോൾഫിൻ 29 ആണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയ ടഗാണ് ഡോൾഫിൻ 29. നേരത്തെ ഉണ്ടായിരുന്ന ഓഷ്യൻ പ്രസ്റ്റീജ് പോയതിനു ശേഷം നിലവിൽ ഡോൾഫിൻ 29 ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഡോൾഫിൻ 26, 27, 29, 28 ഇങ്ങനെ 4 ടഗ് ബോട്ടാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡോൾഫിൻ 29, 26, ഇനി 27 തൊട്ടപ്പുറത്തുണ്ട്. അങ്ങനെ 3 ടഗ് ബോട്ടുകളുടെയും പോർട്ടിലെ പൈലറ്റിന്റെയും കൺട്രോളിൽ നമ്മുടെ MSC ഫാറ്റ്മ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിനകത്ത് പ്രവേശിക്കുന്നതിനായി കപ്പൽ ചാലിലൂടെ ഒഴുകി നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു കപ്പലാണ് MSC ഫാറ്റ്മ. വലിപ്പത്തിന്റെ കാര്യത്തിൽ 366 മീറ്ററാണ് ഷിപ്പിന്റെ ലെന്ത്, 51 മീറ്ററാണ് ഷിപ്പിന്റെ ബീം എന്ന് പറയുന്നത്. 29.9 മീറ്റർ ഡെപ്തുള്ള ഷിപ്പിന് 16 മീറ്ററാണ് മാക്സിമം ഡ്രാഫ്റ്റ്, 15.5 മീറ്ററാണ് നിലവിലെ ഡ്രാഫ്റ്റ്. അത്രയും വലിപ്പമുള്ള ഷിപ്പിന്റെ ലൈഫ് ബോട്ടാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്.
വളരെ മനോഹരമായ ലൈഫ് ബോട്ടാണ്. 10/26/2022 അതായത് 3 വർഷം മുന്നേ പണിത ഷിപ്പിന്റെ ലൈഫ് ബോട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊതുവെ എല്ലാ ലൈഫ് ബോട്ടും ചുവന്ന കളർ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വ്യത്യസ്തമായ ചില ഷിപ്പുകൾ ചെറിയൊരു കളർ വ്യത്യാസം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ലൈഫ് ബോട്ട് നമ്മൾ വ്യക്തമായിട്ടൊന്ന് ഷൂട്ട് ചെയ്യുന്നത്. കാരണം എമർജൻസി ഘട്ടങ്ങളിൽ നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജ് പോർഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഷിപ്പിലെ ക്രൂ മെമ്പേഴ്സും പ്രധാന എല്ലാ വ്യക്തികളും ഷിപ്പിലെ ക്യാപ്റ്റൻ ഉൾപ്പെടെ എല്ലാവരും ഉള്ളത് ഈ പറയുന്ന ബ്രിഡ്ജ് പോർഷനാണ്. ബാക്കിയുള്ള എല്ലാ പോർഷനും ഈ പറയുന്ന കണ്ടെയ്നർ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കപ്പലിനെയാണ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത്. എമർജൻസി ഘട്ടങ്ങളിലാണ് ഈ ലൈഫ് ബോട്ട് ഉപയോഗിക്കുന്നത്. ഷിപ്പ് 21 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ സഞ്ചരിക്കാൻ വരുന്ന കപ്പലിന് 15,264 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. അതിൽ 1000 റീഫർ കണ്ടെയ്നറും ഷിപ്പിന് ഉൾക്കൊള്ളാൻ സാധിക്കും. ലോകത്തിലെ 90% കപ്പലുകളും യാൻഷ്യൻ പോർട്ടിൽ നിന്നും അല്ലെങ്കിൽ ഷാങ്ഹായ് പോർട്ടിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നു എന്ന് കേൾക്കുന്നതിന് ആശ്ചര്യപ്പെടേണ്ട കാര്യമല്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റുകൾ നിർമ്മിച്ച് ലോകത്തിന്റെ പല ഭാഗത്തേക്കും കയറ്റുമതി ചെയ്യുന്ന, അതായത് നമ്മുടെ പോർട്ടുള്ള STS ക്രെയിൻ ഉൾപ്പെടെ യാർഡ് ക്രെയിനുകൾ ഉൾപ്പെടെ അങ്ങനെ എല്ലാ സാധനങ്ങളും നിർമ്മിച്ച് ലോകത്തിന്റെ പല ഭാഗത്തേക്കും കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന. അതുകൊണ്ടാണ് ആ പോർട്ടിൽ നിന്നും ധാരാളം ഷിപ്പുകൾ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷിപ്പിന്റെ ഡ്രാഫ്റ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 15.5 മീറ്റർ ഡ്രാഫ്റ്റിലാണ് ഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 16 മീറ്റർ, ആ ചുവന്ന മാർക്ക് കാണുന്ന 16 മീറ്റർ ആണ് മാക്സിമം ഡ്രാഫ്റ്റ് എന്നും നമുക്ക് വീഡിയോയിൽ നിന്നും കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമ്മൾ ചൈനയിലോട്ട് പോയി കഴിഞ്ഞാൽ ധാരാളം ഉൽപ്പന്നങ്ങളാണ് ലോകത്തിന്റെ പല രാജ്യങ്ങളും ഇപ്പോൾ ചൈനയിലെ പ്രോഡക്റ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ധാരാളം ഷിപ്പുകൾ അല്ലെങ്കിൽ 99% ഷിപ്പുകൾ നമ്മുടെ യൂറോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ചൈനയിലെ ഷാങ്ഹായ് പോർട്ടിൽ തന്നെയാണ്. ഷാങ്ഹായ്, യാൻഷ്യൻ ഇതുപോലുള്ള ധാരാളം പോർട്ടുകളാണ്. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഈ കാണുന്ന ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ടിന്റെ അടുത്താണ് സിംഗപ്പൂർ പോർട്ട് ഉള്ളത്. സിംഗപ്പൂർ പോർട്ട് ട്രാൻസ്ഷിപ്റ്റിന്റെ ഭാഗമായിട്ട് കയറിയതിനു ശേഷം അടുത്ത പോർട്ട് എന്ന് പറയുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിലേക്കാണ് അടുത്ത ലക്ഷ്യം. അതിനാൽ ധാരാളം ഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നു. ഇപ്പോൾ നമ്മൾ സാവധാനം ഈ പറയുന്ന ഷിപ്പിനെ കാണുന്നത് ഒരു സ്കാനിങ് പോലെയാണ് നമ്മൾ കാണുന്നത്. കാരണം വെറൈറ്റി ആയിട്ടുള്ള കണ്ടെയ്നർ നമ്മുടെ ഈ ബോക്സിനകത്തുണ്ടോ എന്ന് നോക്കുന്നതിനാണ്. അതുമാത്രമല്ല, ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഈ ബ്രിഡ്ജ് പോർഷന്റെ സൈഡിലെ ഓരോ നിലയായിട്ടുള്ള പോർഷനും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിലായിട്ട് കണക്ഷൻ എക്യുപ്മെന്റ്സും സൈഡിലൂടെ കാണാൻ സാധിക്കുന്നതോടൊപ്പം നമുക്കൊന്നുകൂടി നമുക്ക് സ്കാൻ ചെയ്തതുപോലെ നോക്കാം. ഏതെങ്കിലും കണ്ടെയ്നർ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ ഭാഗത്തുണ്ടോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. എക്സ്കവേറ്റർ, ടാങ്കർ, ഇങ്ങനെ പല മോഡലിലും 40 ഫീറ്റിന്റെ കണ്ടെയ്നർ വരാറുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഷിപ്പിന്റെ അപ്പുറത്തുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കില്ല, അകത്തോ ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് കുറച്ച് ദിവസം മുന്നേ വരെ തന്നെ ഇത്രയും വലിയ ലോഡോടെ തന്നെ ഷിപ്പ് വന്നിട്ടില്ല. കാരണം ഡ്രാഫ്റ്റ് കൂടിയിട്ടുണ്ട്. പല വിധത്തിലും ഡ്രാഫ്റ്റ് കൂടാം. ഈ കണ്ടെയ്നറിന്റെ പിന്നെ വെയിറ്റിന്റെ കാര്യത്തിൽ ഡ്രാഫ്റ്റ് കൂടാം. രണ്ടാമത് കപ്പലിൽ അടയ്ക്കുന്ന ഇന്ധനത്തിന്റെ ഫുൾ ടാങ്ക് ആയി കഴിഞ്ഞാലും ഈ ഡ്രാഫ്റ്റ് കൂടാം. ഏതായാലും നമ്മുടെ ഹൈലൈറ്റ് ഡ്രാഫ്റ്റ് ആണ്. കാരണം ഇപ്പോൾ ഇന്ധനം നിറയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന സിംഗപ്പൂർ പോർട്ടിൽ നിന്നാണ് കപ്പലിലേക്ക് ഇന്ധനം നിറയ്ക്കുകയാണെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് വിഴിഞ്ഞം പോർട്ടിലേക്കാണ് അടുത്ത് പോകുന്നത്. അവിടെ വലിയൊരു ആഴക്കടൽ പോർട്ടായതിനാൽ എത്ര ഡ്രാഫ്റ്റ് കൂടിയാലും അവിടെ പ്രശ്നമില്ല എന്നുള്ള ഷിപ്പിന്റെ ആത്മധൈര്യമാണ് പല ഷിപ്പുകളും വലിയ ഡ്രാഫ്റ്റോടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ പോർട്ടിൽ ഞാൻ പലപ്പോഴായിട്ട് പറയുന്ന പോലെ 18 മുതൽ 22 മീറ്റർ വരെയാണ് ആഴമുള്ളത്. അതിനാൽ ഏതൊരു ഷിപ്പിനും അനായാസന വരാൻ സാധിക്കും. നമ്മുടെ ബ്രിഡ്ജ് പോർഷൻ പോലെ പ്രധാനപ്പെട്ട പോർഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. MSCയുടെ ബാഡ്ജിംഗ് പതിപ്പിച്ച MS ഈ പറയുന്ന കപ്പലിന്റെ ഫണലാണ് കാണുന്നത്. ഇഞ്ചിനുമായിട്ട് കണക്ട് ചെയ്യുന്ന എക്സോസ് പോർഷൻ ഈ ഫണലിലാണുള്ളത്. ആ ഒരു ഗ്യാപ്പും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ കണ്ടെയ്നറിന്റെയും ഫണലിന്റെ ഗ്യാപ്പ് ഏകദേശം ഒരു 10 മീറ്ററെങ്കിലും കാണുമായിരിക്കും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഇപ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഒരു കണ്ടെയ്നർ നമുക്ക് ഇതിൽ ഈ വശത്ത് കാണാൻ സാധിച്ചില്ല. പക്ഷേ അപ്പുറത്തോ ഇടയ്ക്കോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഷിപ്പ് പൂർണ്ണമായിട്ടും ഇവിടെ നമ്മുടെ മുന്നിൽ തന്നെ പൂർണ്ണമായിട്ടും 190 ഡിഗ്രിയിൽ തിരിയുന്ന ഒരു കാഴ്ചയുണ്ട്. അതിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കണ്ടെയ്നർ ഉണ്ടോ എന്ന് കാണാൻ സാധിക്കും. തൊട്ടു ബാക്കിലായിട്ട് 2 ടഗ് ബോട്ടും പോകുന്ന കാണാൻ സാധിക്കും. അങ്ങനെ 3 ടഗ് ബോട്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ അകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ പോർട്ടിനകത്തേക്ക് പൂർണ്ണമായിട്ടും കപ്പൽ പ്രവേശിച്ചിരിക്കുന്നു. അതായത് നമ്മുടെ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത് 2960 മീറ്റർ പാസ് ചെയ്ത് ഇപ്പോൾ കപ്പൽ നമ്മുടെ പോർട്ടിനകത്താണുള്ളത്. MSC ഫാറ്റ്മ എന്ന് പറയുന്ന ബാഡ്ജിങ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനിയാണ് നമ്മുടെ ഈ ടഗ് ബോട്ടിന്റെ ഒരു പ്രഷറിലൂടെ കപ്പൽ പൂർണ്ണമായിട്ടും തിരിയുന്ന വളരെ മനോഹരമായ കാഴ്ച ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ധാരാളം
ഷിപ്പുകൾ, അതായത് ഇപ്പോൾ 15.5 മീറ്റർ ഡ്രാഫ്റ്റുള്ള MSC ഫാറ്റ്മയെ പോലെ ആദ്യമായിട്ട് നമ്മുടെ വിഴിഞ്ഞം ഈ 15.5 മീറ്റർ ഡ്രാഫ്റ്റ് ഹൈലൈറ്റ് ചെയ്യാൻ കാരണം ആദ്യമായിട്ട് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ വന്നു തിരിഞ്ഞ, അല്ലെങ്കിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ പേര് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ആദ്യമായി വിളിച്ചു പറഞ്ഞൊരു കപ്പലുണ്ട്. MSC ഖൈലി 16.5 മീറ്റർ ഡ്രാഫ്റ്റോടെയാണ് ഇതേ സ്ഥലത്ത് നിന്നും തിരിഞ്ഞു പോയിട്ടുള്ളത്. അതിനുശേഷം വന്ന കപ്പൽ MSC ക്ലൗഡ് ജെറാഡൻ, അതായത് അൾട്രാ ലാർജ് വെസലിൽപ്പെട്ട കപ്പൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ 16.7 മീറ്റർ ഡ്രാഫ്റ്റോടെയാണ് തിരിഞ്ഞു പോയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കപ്പലാവട്ടെ 15.5 മീറ്റർ ഡ്രാഫ്റ്റാണ്. അതിനാൽ നമ്മുടെ പോർട്ടിൽ അനായാസേന തിരിഞ്ഞു വരാൻ സാധിക്കും. അത് മാത്രമല്ല, ഈ കപ്പലിന്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് നിലവിൽ ഫുൾ ലോഡായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഷിപ്പിന്റെ ബ്രിഡ്ജ് പോർഷൻ പൂർണ്ണമായിട്ടും മറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ ഫണൽ പോർഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പോർഷനിൽ 1-2 റാക്കുകളിലാണ് കണ്ടെയ്നർ കുറവുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ പോർഷനും ഫില്ലാണ്. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ടഗ് ബോട്ടിന്റെ റോളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ടഗ് ബോട്ടിന്റെ പ്രഷർ കൊണ്ട് നമ്മുടെ പ്രൊപ്പലർ കറങ്ങിയിട്ട് വെള്ളത്തിന്റെ പ്രഷർ ബാക്കിലേക്ക് പോകുന്നത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതായത് നല്ലൊരു പുഷാണ് നമ്മുടെ ഈ ടഗ് ബോട്ട് കൊടുക്കുന്നതോടൊപ്പം നിലവിലെ 2 ടഗ് ബോട്ടുണ്ട്. ഡോൾഫിൻ 29-ഉം ഈ 27-ഉം ഹെവി റോപ്പ് ടൈ ചെയ്തതിനു ശേഷം ബ്രേക്ക് വാട്ടറിന്റെ സൈഡിലേക്ക് പുള്ളി എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ നമ്മുടെ ബെർത്തും ബ്രേക്ക് വാട്ടറും തമ്മിൽ ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. ഏകദേശം 900 മുതൽ 1000 മീറ്റർ വരെ ഡിസ്റ്റൻസ് ഉള്ളത്. മുന്നിൽ നിൽക്കുന്ന ടഗ് ബോട്ട് ഡോൾഫിൻ 27 ആണ്. ഡോൾഫിൻ 27 മുന്നിൽ കൺട്രോൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ള 2 ടഗ് ബോട്ടുകളും ഷിപ്പിന്റെ പുറകിൽ നിന്നും പൂർണ്ണമായിട്ടും തിരിഞ്ഞു വരുന്നതിന് വേണ്ടിയുള്ള കൺട്രോളാണ് ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോൾ നടക്കുന്നത് ബ്രേക്ക് വാട്ടറിന്റെ സൈഡിലേക്ക് ഷിപ്പിനെ പൂർണ്ണമായിട്ടും നീക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാരണം പോർട്ടിനകത്ത് ഒരു കപ്പൽ നിലവിലുണ്ട്, ഒരു ഫീഡർ വെസലുണ്ട്. അതിനാൽ ഈ ഫീഡർ വെസൽ കഴിഞ്ഞിട്ട് നമ്മുടെ ബെർത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന, അതായത് 800 മീറ്റർ ബെർത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ് MSC ഫാറ്റ്മാനെ കൊണ്ടുപോകേണ്ടത്. അതായത് ഇവിടെ നിന്ന് തിരിച്ചതിന് ശേഷമേ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കറണ്ട് ഡ്രാഫ്റ്റ് 15.5 മീറ്റർ ഡ്രാഫ്റ്റുമുള്ള കപ്പലിനെ പൂർണ്ണമായിട്ടും ഈ പറയുന്ന ടഗ് ബോട്ടിന്റെ കൺട്രോളിലും നമ്മുടെ മിസ്റ്റർ തുഷാർ അദ്ദേഹത്തിന്റെ കൺട്രോളിലും കപ്പലിനെ പൂർണ്ണമായിട്ടും തിരിയുന്ന ഒരു കാഴ്ച ഇപ്പോൾ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു. വലിയ ഡ്രാഫ്റ്റുള്ള കപ്പലായാലും വളരെ അനായാസേന തിരിഞ്ഞു പോയിട്ടുള്ളൂ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും. ഓരോ കപ്പൽ വരുമ്പോഴും നമ്മൾ വളരെ ആശ്ചര്യത്തോടെ തന്നെയാണ് അത് നോക്കിക്കാണുന്നതും. ഇത്രയും വലിയ ഡ്രാഫ്റ്റുള്ള കപ്പൽ ഇന്ത്യയുടെ പല പോർട്ടിലും കയറാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിൽ തന്നെ ചിലപ്പോൾ പോർട്ടിൽ കയറാൻ പറ്റാത്ത ഡ്രാഫ്റ്റുള്ള കപ്പൽ വരെ തന്നെ വിഴിഞ്ഞം പോർട്ടിൽ വെറും 4-5 മാസമായിട്ടുള്ള വിഴിഞ്ഞം പോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അത്രയും വലിയൊരു കപ്പൽ വരെ, അതായത് ഞാൻ പറയുന്നത് MSC ക്ലൗഡ് ജെറാർ ഉൾപ്പെടെയുള്ള കപ്പൽ വരെ വിഴിഞ്ഞം പോർട്ടിൽ വന്ന് തിരിഞ്ഞു പോയിട്ടുണ്ട്. കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് കഴിഞ്ഞതിന് ശേഷം തിരിഞ്ഞു പോയിട്ടുണ്ട്. ഇതുവരെയായിട്ട് നമുക്ക് ഏകദേശം 2.5 ലക്ഷം TEU കണ്ടെയ്നർ മുകളിൽ ട്രാൻസ്ഷിപ്മെന്റ് കഴിഞ്ഞ പോർട്ടാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്ന് പറയുന്നത്. 4-5 മാസമേ ആയിട്ടുള്ളൂ. അതുമാത്രമല്ല, ഗേറ്റ് വേ കണ്ടെയ്നേഴ്സ് ഇപ്പോഴും ഓപ്പൺ ആക്കിയിട്ടില്ല. അതിനു മുന്നേ ട്രാൻസ്ഷിപ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്രയും കണ്ടെയ്നർ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന് ഹാൻഡിൽ ചെയ്യാനായി സാധിച്ചത്. മുന്നേ ടഗ് ബോട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ടഗ് ബോട്ടിലും ഹെവി റോപ്പ് ടൈ ചെയ്തും കാണാൻ സാധിക്കും. ഈ ഹെവി റോപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് അതാത് ടഗ് ബോട്ടിലുള്ള റൊട്ടേഷൻ മെഷീനിലാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ടഗ് ബോട്ടിന്റെ മുന്നിലായി നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പോർട്ടിനകത്ത് പോയപ്പോൾ ഒരിക്കൽ കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് മാത്രമല്ല, പലപ്പോഴായിട്ട് നമ്മൾ ഈ റോപ്പ് കണ്ടോ ഇപ്പൊ ടൈറ്റ് ചെയ്യുന്നതും ലൂസ് ചെയ്യുന്നതെല്ലാം ഈ ടഗ് ബോട്ടിന്റെ കൺട്രോളിലാണ്. കാരണം ടഗ് ബോട്ടാണ് ഈ കപ്പലിനെ നിർദ്ദേശപ്രകാരം തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ നിലവിൽ ഈ പറയുന്ന ടഗ് ബോട്ടിന്റെ കൺട്രോൾ തന്നെയാണുള്ളത്. പക്ഷേ കപ്പലിൽ നിന്ന് മൂറിംഗ് റോപ്പ്, അതായത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടുകൊണ്ട് കപ്പലിന്റെ മൂറിംഗ് ഹെവി റോപ്പ് മൂറിംഗ് ബൊളാറ്റ്സിലേക്ക് വലിച്ചു കിട്ടുന്ന വിഴിഞ്ഞത്തെ ഉരുക്ക് മനുഷ്യർ എന്ന് വളരെ വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റുന്ന. കാരണം വെള്ളത്തിൽ റോപ്പ് വീഴുന്നു കഴിഞ്ഞാൽ റോപ്പിന് നല്ലൊരു വെയിറ്റ് ആണ്. ആ വെയിറ്റുള്ള ഈ പറയുന്ന ഹെവി റോപ്പിനെ ഈ പറയുന്ന മൂറിംഗ് ബൊളാറ്റ്സിലേക്ക് വലിച്ചു കെട്ടാൻ ഇത്തിരി പ്രയാസം തന്നെയാണ്. പക്ഷെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് അവർ അത് വലിച്ചു കെട്ടുന്നത്. പലപ്പോഴായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് ആ മൂറിംഗ് ബൊളാറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന ഷിപ്പിൽ തന്നെയാണ്. അതായത് ടഗ് ബോട്ടുമായിട്ട് പിന്നെ അതിന് ബന്ധം വരുന്നില്ല. ഈ പറയുന്ന ഷിപ്പിൽ നിന്ന് തന്നെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. കാരണം പലപ്പോഴായിട്ട് നമ്മൾ കണ്ടുണ്ട് ഈ പറയുന്ന കപ്പൽ പൂർണ്ണമായിട്ട് തിരിഞ്ഞു വരുന്നത്. അതിനാൽ നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന പോർഷൻ നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാനും സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന മുന്നിൽ നിൽക്കുന്ന ഡോൾഫിൻ 26 എന്ന് പറയുന്ന ടഗ് ബോട്ട് പൂർണ്ണമായിട്ടും കപ്പലിന് ഒരു പ്രഷർ ചെയ്ത് അങ്ങോട്ട് നീക്കുന്ന, അതായത് ബ്രേക്ക് വാട്ടറിന്റെ സൈഡിലേക്ക് നീക്കുന്ന ഒരു കാഴ്ച
ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ബാക്കിയുള്ള ബാക്കിൽ നിൽക്കുന്ന ഡോൾഫിൻ 27-ഉം 29-ഉം 2 ടഗ് ബോട്ടുകളും കപ്പലിനെ തിരിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നിന്നൊരു പ്രഷർ കൊടുത്ത് നിർത്തിയതിനു ശേഷം പൂർണ്ണമായിട്ടും തിരിഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണ് ഇപ്പോൾ MSC ഫാറ്റ്മ വിഴിഞ്ഞം പോർട്ടിലൂടെ നമുക്ക് ദൃശ്യമാകുന്നത്. ഇപ്പോൾ നമുക്ക് ഇത് കാണാൻ സാധിക്കും. ഈ കപ്പലിന്റെ ഏറ്റവും മുന്നിലെ പോർഷൻ പൂർണ്ണമായിട്ടും തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് തന്നെയാണ് നമുക്ക് പൂർണ്ണമായിട്ടും കപ്പൽ തിരിഞ്ഞു വരുന്ന കാണാൻ കാഴ്ച. ആദ്യത്തെ വിഷ്വൽ അല്ല, അതായത് പലപ്പോഴായിട്ട് ഇത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ അവർക്ക് ആദ്യമായിട്ടുള്ള വിഷ്വൽ തന്നെയാണ്. പക്ഷെ ധാരാളം ഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിൽ വന്ന് തിരിഞ്ഞു പോകുന്ന ദൃശ്യം നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനൊരു ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ആ കറക്റ്റ് സമയത്തിന് എത്താൻ സാധിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഭാഗ്യം ലഭിക്കുന്നത്. ഇപ്പോൾ ധാരാളം ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിന് പുറത്തുള്ളത്. അതായത് പോർട്ടിനകത്ത് പ്രവേശിക്കാൻ പറ്റാതെ തന്നെ MSC ഡയല തിരിച്ചു പോയിട്ടുണ്ട്. കാരണം ആ സമയത്ത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ 3 കപ്പലുകളാണ്, 3 ഫീഡർ വെസലാണ് ഒരേ സമയം ഏകദേശം 15 മണിക്കൂറോളം ഈ ട്രാൻസ്ഷിപ്മെന്റിന്റെ ഭാഗമായിട്ട് 3 ഫീഡർ വെസൽ നമ്മുടെ ബർത്തിൽ തന്നെ മൂറിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ധാരാളം ഷിപ്പുകൾ ഇപ്പോൾ നിലവിൽ MSC ഫാറ്റ്മ തിരിയുന്ന ഇതേ സമയത്ത് വെളിയിൽ ഒരു മദർഷിപ്പും വെയിറ്റിംഗിലാണ്. അതുമാത്രം 2-3 ഫീഡർ വെസലും വെയിറ്റിംഗിലാണ്. 2025 വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ ഉയർച്ച തന്നെയാണ്. കാരണം ഉയരങ്ങളിലേക്ക് തന്നെയാണ് നമ്മുടെ പോർട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെയാവും. ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ പോർട്ട് ഓരോ പടി മുന്നോട്ട് കയറും എന്ന കാര്യത്തിൽ സംശയമല്ല. ഇപ്പോൾ ഓരോ വർഷവുമല്ല, ഓരോ ദിവസവും കൂടുന്തോറുമാണ് വിഴിഞ്ഞം പോർട്ട് ഓരോ പടി മുന്നോട്ട് നീങ്ങുന്നത്. അതിനുത്തമ ഉദാഹരണമാണ് ഇതുപോലുള്ള വലിയ മദർഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പാരലായിട്ട് തന്നെയാണ് ഈ മദർഷിപ്പിൽ വരുന്ന ട്രാൻസ്ഷിപ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന കണ്ടെയ്നറുകൾ, ഫീഡർ വെസലിലൂടെ നമ്മുടെ ലോകത്തിന്റെ പല ഭാഗത്തേക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ പല സ്റ്റേറ്റിലേക്കും വളരെ ഫാസ്റ്റായിട്ട് കൊണ്ടുപോകുന്ന ഫീഡർ വെസലിനെ കാണാൻ സാധിക്കും. മിക്ക ഫീഡർ വെസലും ഇപ്പോൾ അവരുടെ ചാർട്ടിൽ പെർമനന്റ് ആയിട്ട് തന്നെ വിഴിഞ്ഞം പോർട്ടും ആഡ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മൾ പല ഫീഡർ വെസലിന്റെയും ഷെഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വിഴിഞ്ഞവുമുണ്ട്. അതുമാത്രമല്ല, ഫീഡർ വെസൽ മാത്രമല്ല, 1, 2, 3 പ്രാവശ്യം MSC വിവിയാനെ പോലെ MSC ഡയല 2ാമത്തെ പ്രാവശ്യമാണ് വന്നു പോകുന്നത്. വന്ന് അകത്ത് കയറാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ധാരാളം മദർഷിപ്പുകളും 2-3 തവണയാണ് വിഴിഞ്ഞം പോർട്ടിൽ വന്നു പോകുന്നത്. അപ്പോൾ പലരും പറയും ചൈനയിലെ ഷാങ്ഹായ് പോർട്ടും സിംഗപ്പൂർ പോർട്ടുമായിട്ട് നമ്മുടെ പോർട്ടിനെ ഒരു കാരണവശാലും കമ്പയർ ചെയ്യാൻ കൂടി സാധിക്കില്ല. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, സിംഗപ്പൂർ പോർട്ടും ഈ പറയുന്ന ചൈനയിലെ ഷാങ്ഹായും യാൻഷ്യൻ പോർട്ടും കിലോമീറ്ററോളമാണ് അവരുടെ ബെർത്ത് ഉള്ളത്. അതിനാൽ അത്രയും കപ്പലുകളെ അവർക്ക് ഉൾക്കൊള്ളാനും സാധിക്കും. നമ്മുടെ പോർട്ടിനും കിലോമീറ്ററോളം ബെർത്ത് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ കൂടുതൽ പെർഫോമൻസ് നമുക്ക് വിഴിഞ്ഞം പോർട്ടിന് സാധിക്കും. അത് ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ പോർട്ടിൽ ആകെ 800 മീറ്ററാണ് ബെർത്ത് ഉള്ളത്. അപ്പോൾ ആ ബെർത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത്രത്തോളം പെർഫോം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഏകദേശം വലിയൊരു കിലോമീറ്ററോളം ബെർത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്തിൽ തന്നെ വിളിച്ചു പറയാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായി നമ്മൾ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അത്രത്തോളം ബെർത്ത് വരണം. പല പോർട്ടുകളും വർഷങ്ങളെടുത്തിട്ടാണ് ഇത്രത്തോളം ബെർത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ പോർട്ട് വെറും 5 മാസമേ ആയിട്ടുള്ളൂ. അപ്പൊ ഈ 5 മാസമായിട്ട് ഒരിക്കലും ഷാങ്ഹായ് പോർട്ടോ ഈ പറയുന്ന നെതർലാൻഡിലെ പോർട്ടുമായിട്ടോ ലോകത്തിലെ ഒരു പോർട്ടുമായിട്ടോ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിലോമീറ്ററോളം തന്നെ ബെർത്തുള്ള പോർട്ടുകളാണ്. പക്ഷെ നമുക്ക് വളരെ ചെറിയ 1 കിലോമീറ്റർ പോലുമില്ല, വെറും 800 മീറ്റർ മാത്രം ബെർത്തുള്ളപ്പോൾ ഇത്രത്തോളം പെർഫോമൻസ് നമുക്ക് വിഴിഞ്ഞം പോർട്ടിന് സാധ്യമാവുമെങ്കിൽ ഫ്യൂച്ചറിൽ ബെർത്തിന്റെ നീളം കൂടുന്നതിനനുസരിച്ച് വലിയൊരു പെർഫോമൻസ് ലോകരാജ്യങ്ങളുടെ വലിയ പോർട്ടിന്റെ ഇടയിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2.5 ലക്ഷം TEUക്ക് മുകളിലാണ് ഇപ്പോൾ 4-5 മാസം കൊണ്ട് വിഴിഞ്ഞം പോർട്ടിന് സാധ്യമായിട്ടുള്ളത്. ട്രാൻസ്ഷിപ്മെന്റ് മാത്രം വെച്ചിട്ടാണ് ഈ കണക്കുകൾ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം ഇപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് തന്നെ വലിയൊരു കപ്പൽ MSC ഫാറ്റ്മയാണ് മുന്നിലുള്ളത്. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 15,264 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള കപ്പലാണ് MSC ഫാറ്റ്മ. അത് മാത്രമല്ല 15.5 മീറ്റർ ഡ്രാഫ്റ്റോടെയാണ് വിഴിഞ്ഞം പോർട്ടിനകത്ത് നിലവിലുള്ളത്. അപ്പോൾ ഇനി പോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഡ്രാഫ്റ്റ് കുറയുന്നുണ്ടോ ഇല്ലേ എന്നാണ് പുറത്തേക്ക് പോകുന്ന വിഷ്വൽ പറ്റുമെങ്കിൽ, അതായത് കിട്ടുമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് കപ്പലിന്റെ നിലവിലെ ഡ്രാഫ്റ്റ് ആണ് അറിയാൻ സാധിക്കുന്നത്. മിക്കപ്പോഴും
വലിയ വലിയ മദർഷിപ്പുകൾ വന്നു പോകുന്ന സമയത്ത് ഏകദേശം 12 മീറ്റർ 16 മീറ്റർ 16.9 ഇപ്പോൾ നിലവിൽ വന്നതിൽ ഏറ്റവും വലിയ കപ്പൽ 16.7 മീറ്ററുള്ള കപ്പലാണ്. ആ കപ്പലും തിരിച്ചു പോകുമ്പോൾ 14 മീറ്ററും 13 മീറ്റർ ഡ്രാഫ്റ്റിലാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അത്രത്തോളം 2, 3, 4 ഡ്രാഫ്റ്റുകൾ ഇവിടെ അൺലോഡ്. ഇപ്പം നമ്മൾ ആ ഡ്രാഫ്റ്റ് വെച്ചിട്ടാണ് എത്രത്തോളം കണ്ടെയ്നർ നമ്മുടെ പോർട്ടിൽ ഉണ്ട് എന്നറിയുന്നത്. 2 രീതിയിൽ പറയാൻ പറ്റും. നിലവിൽ ഈ പറയുന്ന ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് നടത്തിയ കണക്കാണ്. കറക്റ്റായിട്ട് നമുക്ക് എത്ര കണ്ടെയ്നറാണ്, എത്ര TUV കണ്ടെയ്നറാണ് ഇറക്കി വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് അപ്പോൾ പറയാനായി സാധിക്കില്ല. പിന്നെ ഒഫീഷ്യലായിട്ടാണ് പോർട്ടിന്റെ സൈഡിൽ നിന്നാണ് ഇത്രത്തോളം TUV കണ്ടെയ്നർ ഇവിടെ അൺലോഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഷിപ്പ് ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ വന്ന് ബർത്തിലായി കഴിഞ്ഞു. അതിനുശേഷം ഇനി ചിലപ്പോൾ നാളെ ആയിരിക്കും, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ 24 മണിക്കൂർ ശേഷമായിരിക്കും കപ്പൽ അടുത്ത പോർട്ടിലേക്ക് പോകുമ്പോഴുള്ള കപ്പലിന്റെ ഡ്രാഫ്റ്റ് നോക്കിയിട്ടാണ് 2 മീറ്ററോളം ഡ്രാഫ്റ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം കണ്ടെയ്നർ ഇവിടെ ലോഡ് ചെയ്ത് കാണും എന്ന് തന്നെ വിശ്വസിക്കാം. പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നിലവിൽ ലോഡിംഗ് ആണ്. ഇപ്പം MD കണ്ടെയ്നറും ഇവിടെ നിന്ന് കയറ്റുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അത്രത്തോളം വെയിറ്റ് ഇവിടെ റിലീസായി എന്ന് നമുക്ക് പറയുന്നതോടൊപ്പം, അത് കാണുന്നതോടൊപ്പം നമുക്ക് കണ്ടെയ്നറും ഇവിടെ ഇറക്കി വെച്ചിരിക്കുകയാണെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ തന്നെയാണ് പലപ്പോഴായിട്ട് നമ്മൾ വിചാരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പോർട്ടിനെ കണക്ക് മുന്നോട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വിശ്വസനീയമായിട്ട് പോകുന്നത്. അതായത് ഇപ്പോൾ തന്നെ 2.5 ലക്ഷം TUVക്ക് മുകളിൽ ട്രാൻസ്ഷിപ്മെന്റ് നടന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് വിഴിഞ്ഞം പോർട്ടിലൂടെ സാധ്യമായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് വിഴിഞ്ഞം ജുമാമസിന്റെ അവിടെ നിന്നുള്ള വിഷ്വലാണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മളെ ബൊളാറ്റ്ഫുൾ ടെസ്റ്റ് ഒക്കെ നടത്തുന്ന ആ സൈഡിൽ നിന്നുള്ള വിഷ്വൽ. ധാരാളം ആൾക്കാരാണ് ദിനം പ്രതി വിഴിഞ്ഞം പോർട്ടിലെ കപ്പലുകൾ കാണാൻ വന്നു നിൽക്കുന്ന ഈ ഒരു സ്ഥലം തന്നെയാണ്. വൈകുന്നേരമാകുമ്പോൾ ഈ സ്ഥലം വലിയ തിരക്കോടായി മാറും. ധാരാളം ഹോട്ടലും, അതായത് നമ്മളെ ഈ പറയുന്ന സീ ഫുഡ് കഴിക്കുന്ന ഹോട്ടലും ആ സ്ഥലത്തുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ വൈകുന്നേരം ഒന്നുകൂടി വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാരണം ഷിപ്പ് വന്ന് ബർത്ത് ചെയ്ത സമയത്ത് ഏകദേശം 3:30 മണിയോട്ടായിട്ടുണ്ട്. അപ്പോൾ 3:30 മണിയാകുമ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം പലപ്പോഴായിട്ട് കപ്പൽ വരുമ്പോൾ കഴിക്കുന്നത് 3, 4, 4:30 മണിക്കായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ പതിവ് തെറ്റിക്കാതെ ഇന്നും ആ 3, 4 മണിക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം വൈകുന്നേരം പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ ജുമാമസിന്റെ അവിടെ നിന്ന് ഒന്നുകൂടി നമ്മൾ കപ്പലിനെ നോക്കിയിട്ടായിരിക്കും തിരിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഒരു മനോഹരമായ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. മനോഹരമായ വ്യൂ എന്ന് പറയാൻ കാരണം കപ്പൽ വന്ന് കയറിയപ്പോൾ തീവ്ര സൂര്യപ്രകാശമുള്ളതിനാൽ നമുക്ക് ഈ പറയുന്ന ക്യാമറയിൽ വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിലും ഒരു ക്ലാരിറ്റിയുടെ, അതായത് ഇത്രത്തോളം ക്ലാരിറ്റിയോടെ നമുക്ക് കിട്ടില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ക്ലിയറോടെ നമുക്ക് ഉച്ചയ്ക്കുള്ള വിഷ്വൽ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അതിനാൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒന്നുകൂടി നമ്മുടെ പ്രേക്ഷകരെ വളരെ മനോഹരമായ ഷിപ്പും കണ്ടെയ്നറും ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ പറയുന്ന STS ക്രെയിനിന്റെ സ്പ്രെഡർ ഇപ്പോൾ ഈ പറയുന്ന കപ്പലിന്റെ മുകളിലൂടെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല കപ്പലിന്റെ ഫണൽ നിന്നും പുക ഉയർന്നു പൊങ്ങുന്നതും അതുവരെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കിട്ടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അത് കാണാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തണം. വലിയൊരു കപ്പൽ തന്നെയാണ് MSC ഫാറ്റ്മ. ഞാൻ പറഞ്ഞതുപോലെ 366 മീറ്ററാണ് ഷിപ്പിന്റെ ലെന്ത് വരുന്നത്. 51 മീറ്ററാണ് ഷിപ്പിന്റെ ബീം ഉള്ളത്. ഏകദേശം 15.5 മീറ്റർ ക്രാഫ്റ്റോടെ വന്നു നിൽക്കുന്ന MSC ഫാറ്റ്മാനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുന്നതോടൊപ്പം ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോട്ട് ഉൾപ്പെടെ നമുക്ക് ഈ ഷിപ്പിൽ കാണാൻ സാധിക്കും. അതും കുറച്ച് വ്യക്തമായിട്ട് കാണാം. ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്നാലും കുറച്ചുകൂടി മനോഹരമായി കാണുമ്പോൾ അതൊന്നുകൂടി ഷൂട്ട് ചെയ്യാൻ നമുക്ക് തീർച്ചയായിട്ടും തോന്നും. അത്രയേറെ നമ്മളെ ഷിപ്പിനെയും പോർട്ടിനെയും സ്നേഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അത് മാത്രമല്ല ഒരു എക്സ്കവേറ്റർ ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന്റെ മുകളിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കും. അതും ആ കപ്പലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര ചെറിയ എക്സ്കവേറ്റർ ആയിട്ട് നമുക്ക് തോന്നുന്നു. കാരണം ഇതുപോലുള്ള 100 കണക്കിന് എക്സ്കവേറ്റർ നമ്മുടെ ഈ കപ്പലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ധാരാളം എക്സ്കവേറ്ററും വിഴിഞ്ഞം പോർട്ട് വഴി പല രാജ്യത്തേക്കും പോയിട്ടുള്ളത് നമ്മൾ കണ്ടുണ്ട്. അതിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന്റെ മുകളിലുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിന്റെ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ബാക്കിയുള്ള പോർഷനെല്ലാം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഹെവി റോക്കുകളെല്ലാം ഫിക്സ് ചെയ്തതിനു ശേഷം അതിന്റെ മുകളിൽ ആക്രോപോഡ് ഫില്ല് ചെയ്യണം. ആ വർക്കുകളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മനോഹരമായ ആ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ ഉദയസൂര്യനെ കണ്ട് പോർട്ടിൽ വന്ന ഞാൻ അസ്തമയ സൂര്യനെ കണ്ട് മടങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ അസ്തമയ സൂര്യന്റെ ആ പ്രഭാവലയം വളരെ ഭംഗിയുള്ള വിഷ്വൽ തന്നെയാണ്. അതൊന്ന് സൂം ചെയ്ത് നോക്കുകയാണ്. പലപ്പോഴായിട്ട് ഞാൻ നമ്മുടെ വീഡിയോയിൽ തൊട്ട് മുന്നേ ഉള്ള വീഡിയോയിൽ ആ ഒരു വിഷ്വൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരുന്നു. പലപ്പോഴായിട്ട് ഞാൻ നേരത്തെ പോർട്ടിൽ നിന്ന് പോകാറുണ്ട്. ചില സമയങ്ങളിൽ
പോർട്ടിൽ നിന്ന് കുറച്ച് താമസിച്ചാണ് പോകാറ്. പോകുമ്പോൾ ഈ അസ്തമയ സൂര്യൻ്റെ വിഷ്വൽ ഒന്ന് നോക്കിയിട്ട് പോകുമെങ്കിലും പലപ്പോഴായിട്ട് വീഡിയോയിൽ ഞാൻ ചിത്രീകരിച്ചിട്ടില്ല. പക്ഷേ കാണാൻ വളരെ ഭംഗിയായതുകൊണ്ടാണ് ഒന്ന് സൂമിങ്ങിലൂടെ എത്രത്തോളം മനോഹരമാണ് അസ്തമയ സൂര്യൻ്റെ ആ ഒരു റെഡ് കളറിലേക്ക് ചുവന്ന് തുടുത്തു മാറുന്ന ആ ഒരു ഭംഗി ഒന്ന് ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. പലപ്പോഴായിട്ട് എല്ലാവരും മൊബൈലിലൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ വിഷ്വൽ ലഭിക്കുന്നത് തന്നെയാണ്, എന്നാലും കാണുമ്പോൾ അതൊരു ഭംഗി തന്നെയാണ്. അതുകൊണ്ടാണ് ആ വീഡിയോ കൂടി ഉൾക്കൊള്ളിച്ചത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.